ഗപ്പികളെ വളർത്തുമ്പോൾ നമുക്കുള്ളൊരു പ്രശ്നമാണ് അത്. ഗപ്പികളെ മാത്രമല്ല, ഏത് അക്വേറിയം ഫിഷ് ആണെങ്കിലും വാട്ടർ ക്ലൗഡി ആവുന്നത്. അത് നമ്മൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ടാങ്ക് ഭയങ്കരമായിട്ട് ക്ലൗഡി ആയിരുന്നു. ഇതൊരു 3 ദിവസത്തിന് ശേഷമാണ്. അതിൻ്റെ ലൈറ്റ് കറക്റ്റ് അല്ലായിരുന്നു. അതിൻ്റെ ലിഡ് ക്ലോസ് ആയിട്ടിരുന്ന കാരണം ബ്ലാക്ക് കളറുള്ള ലിഡായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒട്ടും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് മാറ്റി വൈറ്റ് സാധാരണ ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ അത് 2 ദിവസം കൊണ്ട് തന്നെ അത് ക്ലിയറായി വന്നു തുടങ്ങി. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അറിഞ്ഞ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അക്വേറിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഓരോരുത്തർ പറയുന്നത് കേട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് പഠിച്ച് എന്താണ് കാര്യം എന്ന് അറിഞ്ഞതിന് മാത്രം ശേഷം ഇത് ചെയ്യുക, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സൊല്യൂഷൻ. അല്ലാതെ നമ്മുടെ ക്ലൗഡിയാണെന്ന് പറഞ്ഞിട്ട് കുറേ മരുന്ന് വാങ്ങിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ കണ്ടു നമ്മുടെ പ്ലാന്റൊക്കെ കുറച്ച് ചീഞ്ഞ് പോയി. അപ്പോൾ നമുക്ക് മനസ്സിലായി അതിനകത്ത് ലൈറ്റിൻ്റെ കുറവുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത്. അപ്പോൾ ലൈറ്റ് ശരിയാക്കിയപ്പോൾ തന്നെ പ്ലാന്റൊക്കെ കുറച്ചും കൂടി ഹെൽത്തി ആയി തുടങ്ങി, വാട്ടർ ക്ലിയറായി. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ എന്തായാലും ഈ പ്ലാന്റിൻ്റെ ബാക്കിയുള്ള ഇതുകളെല്ലാം നീറ്റായി ക്ലീനാവും. ഇത് നമ്മളങ്ങനെ തന്നെ വിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്നെയിലും പ്ലിക്കൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ പ്ലാന്റ് ചീത്തയായതും നമ്മൾ എടുക്കാത്തത്. കാരണം അവർക്കത് നല്ലൊരു ഫുഡാണ്.